ഞാനുമൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. ചെറുനാരങ്ങ ചൂടുവെള്ളത്തിൽ തേനിട്ട് കുടിച്ചിട്ടുണ്ട്. എന്ത് രോഗം വന്നാലും ചാറ്റ് ജിപിടിയോട് ചോദിച്ച് ഒരു ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്ലിം ബ്യൂട്ടി ആവാനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ പോഡ്കാസ്റ്റ് സെഷൻ. ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും സംശയങ്ങളും മിത്തുകളും ഒക്കെ നമ്മുടെ മനസ്സിൽ വരാറുണ്ടല്ലേ. പക്ഷേ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടുക എന്ന് പറയുന്നത് സത്യത്തിലൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഉത്തരവാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ നമ്മോടൊപ്പം ഉള്ളത് സീനിയർ കൺസൾട്ടൻറ്റ് ഫിസീഷ്യനും ഡയബറ്റോളജിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ സോണിയ സുരേഷാണ്. ഡോക്ടറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഡോക്ടർ. ഹലോ ഡോക്ടറെ, മലയാളികളുടെ ഭക്ഷണക്രമവും ലൈഫ് സ്റ്റൈലും ഒക്കെ വളരെ അടിപൊളിയാണെന്ന് പൊതുവെ പറയാറുണ്ടല്ലോ. അപ്പം ഒരു ഡയബറ്റോളജിസ്റ്റ് എന്ന നിലയിൽ ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? തനതായ ഭക്ഷണക്രമം കേരളീയരുടെ എടുക്കുകയാണെങ്കിൽ അടിപൊളിയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പം ഒരു യങ്സ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു പുതു തലമുറയുടെ ഒരു ദേശീയ ഭക്ഷണം എന്ന് പറയുന്ന പൊറോട്ടയും ബീഫും ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അതൊരു അത്ര ശരിയായ ആഹാര രീതിയാണെന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ തനതായ ആഹാര രീതി എന്ന് പറയുമ്പം പുട്ടും കടലയും, അല്ലെങ്കിൽ അപ്പവും മുട്ടക്കറിയും, അല്ലെങ്കിൽ ഇഡലിയും സാമ്പാറും നമുക്കറിയാം. ഒരു രാജ്യങ്ങളിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റുകൾ നമ്മൾ താരതമ്യം ചെയ്തപ്പോൾ ഒരു ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അതിനെക്കുറിച്ച് അതിനൊരു അവാർഡ് തന്നെ കിട്ടുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള നല്ല ആഹാര രീതി നമുക്കുണ്ട്. കപ്പയും മീനും, അതായത് ഒരു കാർബോഹൈഡ്രേറ്റ് അല്ലെ ഒരു അന്നജവും പ്രോട്ടീനും കൂടെ ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള ആഹാരക്രമമാണ് കേരളീയരുടെ പൊതുവെയുള്ള ആഹാരക്രമം. അത് നമ്മുടെ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ അവിയലുണ്ട്, ധാരാളമായിട്ട് പച്ചക്കറികളുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തേങ്ങാരപ്പും എല്ലാം കൂടെ ആകുമ്പോൾ കുറച്ച് കലോറികൾ കൂടുന്നുണ്ടെന്നുള്ളതൊരു സത്യം. പക്ഷേ എങ്കിലും അതിൻ്റെ കൂടെ മത്സ്യമുണ്ട്. അപ്പോൾ ബാലൻസ്ഡ് ആണ് നമ്മുടെ ആഹാര രീതി. പിന്നെ അതിൻ്റെ ഇടഭക്ഷണങ്ങൾ, അതായത് ബേക്കറി ഉൽപ്പന്നങ്ങൾ, അത് അവിടെയാണ് പ്രശ്നം വരുന്നത്. അമിതമായിട്ട് നമുക്ക് ഒരുപാട് എത്ര എനർജി ആണോ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് അത്രയും വിനിയോഗിക്കത്തക്ക ഒരു വ്യായാമ മുറകൾ അല്ലെങ്കിൽ വ്യായാമക്രമം, വ്യായാമശീലം കേരളീയന് ഇല്ലാതായി എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം മെയിനായിട്ട്. അപ്പോൾ ആഹാരക്രമം മോശം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കുറച്ച് മിതത്വം കുറവാണ്. കുറച്ച് ആവശ്യത്തിലധികം എനർജി അല്ലെങ്കിൽ ഊർജം അടങ്ങിയ ഭക്ഷണമാണ് എന്നൊരു പക്ഷേ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ നാരുകൾ എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ, പല ക്യാൻസറുകളെ തന്നെ പ്രതിരോധിക്കുന്ന ഒരു ഘടകമായിട്ടാണ് നമ്മൾ ഫൈബറിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ നാരുകൾ കുറഞ്ഞ ഒരു ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. കൂടുതൽ റിഫൈൻഡ് ആണ്. ഇപ്പോൾ പൊറോട്ടയുടെ പ്രശ്നം തന്നെ അതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിഫൈൻഡ് ഭക്ഷണങ്ങളും കൂടെ കൂടുതൽ ഉൾപ്പെട്ടതാണ് നമ്മുടെ ഭക്ഷണത്തിന് പ്രധാനമായിട്ട് വന്ന ഒരു തകരാറ്. അപ്പോൾ ഈ പൊറോട്ടയുടെ കൂടെ നാരുകളടങ്ങിയ ഭക്ഷണം കൂടെ കഴിച്ചാൽ ഒരുമാതിരി കോമ്പൻസേറ്റ് ആവുമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഏതൊരു സാധനവും നമ്മളിപ്പോൾ റൈസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ചുവന്ന അരി എന്നല്ല എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ആ ബ്രാൻ ഉൾപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആ തവിട് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ആ തവിടോടെ ഉള്ള അരിയാണ് കൂടുതൽ മറ്റേ അരിയെക്കാട്ടി നല്ലതെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ചിക്കനും പിന്നെ ഫ്രൈഡ് റൈസും അതിൻ്റെ കൂടെ ഒരു സാലഡും എന്നുള്ള ഒരു കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ കുറേയൊക്കെ നാരുകൾ അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പോരാ എന്ന് വേണം പറയാനായിട്ട്. ഡോക്ടർ, അതുപോലെ ഇന്നത്തെ കാലത്ത് ഒരു രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഏറ്റവും ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ആരെ കാണും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ചുറ്റിനുമുള്ളവരിലും അതുപോലെ സോഷ്യൽ മീഡിയ തുറന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിരവധി ഓപ്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ചൂസ് ചെയ്യുക നല്ലൊരു ഓപ്ഷൻ? നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഓപ്ഷൻ വലിയൊരു പ്രയാസമാണ്. അല്ലെങ്കിൽ എന്ത് രോഗം വന്നാലും ചാറ്റ് ജിപിടിയോട് ചോദിച്ച് അതിന് ഉത്തരം കണ്ടെത്തുക, അതൊക്കെ ഒരു നല്ല പ്രവണതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു പ്രമേഹ അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ പ്രഷർ എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായം തന്നെ തേടുന്നതാണ് നല്ലത്. കാരണം ഇൻഡിജിനസ് ആയിട്ടുള്ള മരുന്നുകൾ അല്ലെ കേട്ടുകേഴ്വിയിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും അത്രത്തോളം ശാസ്ത്രത്തിൻ്റെ ഒരു പിൻബലം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരു പരിധിവരെയൊക്കെ ഒരു 1-2 മാസമൊക്കെ അത്തരത്തിലുള്ള ഒരു ട്രയൽ നടത്തിയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളുടെയൊക്കെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് അവ ഉണ്ടാക്കുന്ന സങ്കീർണതകളാണ്. അപ്പോൾ അത്തരത്തിൽ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് നമ്മൾ ചികിത്സിക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ ഒരു ശാസ്ത്രീയമായിട്ട് ഒരു അത്തരം മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളിനെ കാണുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്.
അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം അതിനകത്ത് നമുക്ക് ഒരുപാട് നുറുങ്ങുവിദ്യകൾ ഞങ്ങൾക്ക് തന്നെ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. രോഗികൾ വരുമ്പോൾ അത് അങ്ങനെ ഇട്ട് കുടിച്ചാൽ മതി, അല്ലെങ്കിൽ പിന്നെ ഇരുമ്പമ്പുളി കഴിച്ചാൽ മതി, കൊളസ്ട്രോൾ അങ്ങനെ ഇരുമ്പമ്പുളി കഴിച്ച് റീനൽ ഫെയിലിയറിലെത്തിയ രോഗികളെയും നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ കരിവേപ്പില രാവിലെ അരച്ച് കഴിച്ചാൽ മതി കൊളസ്ട്രോളിന്. അങ്ങനെ ഒറ്റമൂലികൾ അനവധിയുള്ള ഒരു കൺട്രിയാണ് നമ്മുടേത്. പക്ഷേ അത് എല്ലാത്തിനും ഒരു ശാസ്ത്രത്തിൻ്റെ പിൻബലം ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. അല്ലെ തന്നെ ഇവയെല്ലാം ആഹാരത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നല്ലതാണ്, ഉപയോഗിക്കുക തന്നെ വേണം. പക്ഷേ അമിതമായിട്ട് ഒരു പഠന വിധേയമാക്കാതെ അവയൊക്കെ ഒരു മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നതിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ഡോക്ടർ, ഇപ്പം ChatGPTയുടെയും അല്ലെങ്കിൽ മറ്റുള്ള ഇതിൻ്റെയൊക്കെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ, അതായത് ശാസ്ത്രത്തിൻ്റെ പിൻബലമില്ലാതെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നത് ഡയബറ്റീസ് പേഷ്യൻസിന് എന്തെങ്കിലും അപകടം ഉണ്ടാക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം, അവർ കൃത്യമായി ചികിത്സ എടുക്കാൻ വൈകി പോകുന്നു. അപ്പോൾ ആ വൈകൽ മൂലം തന്നെ പ്രമേഹ സങ്കീർണതകൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വന്നു തുടങ്ങാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് 3-4 വർഷം കഴിഞ്ഞ് വരുന്ന പേഷ്യൻസിന് നമ്മൾ ആദ്യം ഫസ്റ്റ് വിസിറ്റിൽ OP കാണുമ്പോൾ തന്നെ ചിലപ്പം കണ്ണിൻ്റെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഒക്കെ, കാലിന് ചെറിയ ഈ ന്യൂറോപ്പത്തി എന്ന് പറയുന്ന ഞരമ്പുകളുടെ തകരാറൊക്കെ ഉള്ളതായിട്ട് ഫസ്റ്റ് വിസിറ്റിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു പക്ഷേ നേരത്തെ അവർ ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ തേടിയായിരുന്നെങ്കിൽ. അതിനകത്ത് ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന, ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറഞ്ഞാൽ മരുന്നുകൾ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് ജീവിതശൈലി മാറ്റങ്ങൾ, ഡയറ്റിലെ മാറ്റങ്ങൾ ഒക്കെ തന്നെ ഉൾപ്പെടും. പിന്നെ ചില സാഹചര്യങ്ങളിൽ ഇപ്പം ചെറുപ്പക്കാരായ രോഗികളിൽ നമ്മൾ പ്രമേഹത്തിൻ്റെ ഏത് തരമാണെന്ന് തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. അതെല്ലാം ChatGPT വഴിയോ ഗൂഗിൾ വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ നടക്കാവുന്ന കാര്യങ്ങളല്ല. ഈ ചികിത്സകളെല്ലാം ഇൻഡിവിജ്വലൈസ്ഡ് ആയിരിക്കണം. ഒരു വ്യക്തിക്ക് ഉപകരിക്കുന്ന, ആ വ്യക്തിക്ക് ഉതകുന്ന, ആ വ്യക്തിയുടെ പിന്നെ ശരീരത്തിനനുസരിച്ചുള്ള ചികിത്സയായിരിക്കണം കൊടുക്കപ്പെടുന്നത്. ഈ പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറ്റാണ് പ്രധാനമായിട്ടും. ഇപ്പോൾ വണ്ണം കുറയ്ക്കാനാണെങ്കിലും ഡയബറ്റീസിനാണെങ്കിലും എല്ലാത്തിനും ഡയറ്റാണ് പ്രധാനമായിട്ടും പറയാറുള്ളത്. അപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പല ഇലകളിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതോ സീഡുകളിട്ട് വെള്ളം തിളപ്പിക്കുന്നതൊക്കെ, അതുപോലെ ഞാനും ഒക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ചെറുനാരങ്ങ ചൂടുവെള്ളത്തിൽ തേനിട്ട് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും സ്ലിം ബ്യൂട്ടി ആവാനൊക്കെ നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതായിരിക്കുമോ? ഒന്നും കഴിച്ച് ഒരിക്കലും വണ്ണം കുറയ്ക്കാൻ പറ്റില്ല. അതായത് നമ്മൾ പറയാറുണ്ട്, ഇപ്പോഴേ ചിയാ സീഡ്സിൻ്റെ ഒരു കാലമാണ്. എന്ത് പറഞ്ഞാലും അതാണ് ഒരു ഒറ്റമൂലിയായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഹണിയും പിന്നെ തേനും ചെറുനാരങ്ങയും ചൂടുവെള്ളവും കൂടെയുള്ള പ്രയോഗം കാലങ്ങളായിട്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതിനകത്ത് യാതൊരു ശാസ്ത്രീയ പിൻബലവും അതിനില്ല. ഈ തേനെന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലൂക്കോസായിട്ട് തന്നെ മാറുന്ന ഒരു സംഭവമാണ്. സുക്രോസും ഗ്ലൂക്കോസും ആയിട്ട് തന്നെയാണ് അത് കൺവേർട്ട് ആകപ്പെടുന്നത്. അപ്പോൾ പഞ്ചസാരയുടെ ഒരു വകഭേദം തന്നെയാണ്. അതുപോലെ ചെറുനാരങ്ങയ്ക്ക് അങ്ങനെ ഒരു ദിവ്യമായ ഔഷധ ഗുണമൊന്നും ഉള്ളതായിട്ട്, നല്ലതാണ്, വൈറ്റമിൻ സി ഉണ്ട്, നാരുകളുണ്ട് എന്നൊക്കെ ഉള്ളത് ശരി തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു ദിവ്യമായിട്ടുള്ള ഒരു ഇഫക്റ്റും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വെറും മിഥ്യകളാണ്. അങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല. വെയിറ്റ് കുറയ്ക്കലിന് അകത്തോട്ടെടുക്കുന്ന ഊർജം കുറയ്ക്കുക, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വ്യായാമമായിട്ട് ചിലവഴിക്കുന്ന ഊർജം കൂട്ടുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ശരിക്കും പറഞ്ഞാൽ നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. പിന്നെ വെയിറ്റ് ലോസ് മരുന്നുകളുണ്ട്. പക്ഷേ ആ മരുന്നുകളേക്കാൾ മുമ്പ് നമ്മൾ ജീവിതശൈലിയുടെ മാറ്റങ്ങൾ തന്നെയാണ് നോക്കേണ്ടത്. അത് തന്നെയാണ് ആദ്യം പ്രാവർത്തികമാക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും ഇപ്പം വെയിറ്റ് ലോസ് മെഡിസിൻസ് കുറേ മാർക്കറ്റിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ 6 മാസമായിട്ട് അതിൻ്റെ ചർച്ചയാണ് ലോകം മൊത്തവും. അപ്പം ഈ വെയിറ്റ് എന്ന് പറയുന്ന ഒരു നിസ്സാര പ്രശ്നമല്ല. വെയിറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. കുറയ്ക്കൽ എന്ന് പറയുന്നതും ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ വെയിറ്റ് ലോസ് മെഡിക്കേഷൻസിന് വേണ്ടി രോഗികൾ വരാറുണ്ട്. അതങ്ങെ കുറിച്ച് തരാമോ, അതങ്ങ് ചെയ്തേക്കാം, പ്രശ്നം തീർന്നല്ലോ. പക്ഷെ അങ്ങനെയല്ല. ജീവിതശൈലി മാറ്റമില്ലാതെ ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു കടമ്പ നമുക്ക് കടക്കാനാവുകയേ ഇല്ല.